ഹലോ മക്കളെ, എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് ഈ വർഷം ഞാൻ നടത്തിയ ബോട്ടണി മോഡൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു വീഡിയോ ആണ് അത് കേട്ടോ. എൻ്റെ കുട്ടികൾ അവരുടെ റെക്കോർഡൊക്കെ വെച്ച് അവരുടെ മെയിൻ ഷീറ്റ് വാങ്ങിച്ച് അവരുടെ സീറ്റിൽ നമ്പർ വൈസ് പോയിരിക്കുകയാണ് കേട്ടോ. ദെൻ അവരവിടെ ഇരുന്ന് രജിസ്റ്റർ നമ്പറൊക്കെ തെറ്റിക്കാണ്ട് എഴുതി മെറ്റീരിയൽ സെക്ഷൻ എടുക്കാൻ റെഡി ആവുകയാണ്. അവർക്ക് ഞാൻ കൊടുത്തത് ഈ ഡൈക്കോഡ് സ്റ്റെം ആയിരുന്നു കേട്ടോ. ഡൈക്കോഡ് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുത്ത് തിന്നായിട്ടുള്ള എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുത്ത് അവർ നല്ല രീതിയിൽ അതിനെ സ്റ്റെയിൻ ചെയ്ത് മൗണ്ട് ചെയ്ത് സ്ലൈഡിൽ മൗണ്ട് ചെയ്ത് വെക്കുകയാണ്. ദെൻ ഇനി അവർക്ക് അതിൻ്റെ ഡയഗ്രാം വരക്കണം, ലേബൽ ചെയ്യണം, ഐഡൻറ്റിഫിക്കേഷൻ എഴുതണം, റീസൺസ് എഴുതണം. ദെൻ അത് കഴിഞ്ഞ് BCD മെറ്റീരിയൽസ് സ്പോർട്ടേഴ്സാണ്. അത് മെയിൻ ഷീറ്റിലല്ല എഴുതേണ്ട, അഡീഷണൽ ഷീറ്റിലാണ് എഴുതേണ്ടത് കേട്ടോ. അതിന് വേണ്ടി ഓരോരുത്തർ നമ്പർ വൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരാളെ വിളിക്കും, എക്സ്റ്റേണൽ അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അപ്പം ഞാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് B മെറ്റീരിയൽ മൈക്രോസ്കോപ്പിൽ റൈസോപ്പസ് ആയിരുന്നു കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് C മെറ്റീരിയൽ ഒരു ബയോ റിയാക്ടറിൻ്റെ ഫോട്ടോ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് D മെറ്റീരിയൽ സെൽ ഡിവിഷൻ്റെ ഒരു സ്റ്റേജാണ്, മൈറ്റോസിസ് ആണ് കൊടുത്തത്. ഇത് അവിടെ തന്നെ എഴുതി നിങ്ങൾ അഡീഷണൽ ഷീറ്റ് അവിടെ കൊടുത്തിട്ട് വേണം പോവാൻ. ദെൻ ഇനി A മെറ്റീരിയലിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ഷീറ്റിൽ ചെയ്യാനുള്ള E മെറ്റീരിയലാണ്. അതൊരു ഫിസിയോളജി എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. ദെൻ അത് കഴിഞ്ഞ് F ഫ്ലവറിനെ കുറിച്ചിട്ടുള്ള ഫ്ലോറൽ ഡിസ്ക്രിപ്ഷൻ, കാലിക്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ എഴുതാൻ കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് G എക്കോളജിക്കൽ ഇൻ്ററാക്ഷനാണ്. ഇൻ്ററാക്ഷൻ്റെ പേര് എഴുതുക, അതിൻ്റെ റീസൺസ് എഴുതുക. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ആന്തറിൻ്റെ സെക്ഷൻ എടുക്കാൻ കൂടിയുണ്ട്. ആന്തറിൻ്റെ സെക്ഷൻ തിന്നായിട്ടുള്ളൊരു സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ഷീറ്റിൽ നമുക്ക് ആന്തറിൻ്റെ ഡയഗ്രാം വരച്ച് ലാബിൽ ചെയ്യും വേണം. സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ, തിന്നായിട്ടുള്ളൊരു സെക്ഷൻ എടുത്തിട്ട് മൗണ്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ മെയിൻ ഷീറ്റിൽ എല്ലാം എഴുതാനുള്ളതൊക്കെ എഴുതുക. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു വൈവ ഉണ്ടാവും കേട്ടോ, വൈവ ഉണ്ടാവും. ദെൻ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ മെയിൻ ഷീറ്റിൽ A മെറ്റീരിയൽ, അതുപോലെ EFGH ആന്തർ, ഇത്രയും മെയിൻ ഷീറ്റിലെല്ലാം അല്ലേ നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പേപ്പർ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞു. നിങ്ങൾ ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിൽ 20-20 മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്.